ആ പാർട്ടിക്ക് പാർലമെന്റിൽ എത്ര അംഗങ്ങളുണ്ട്, ആ പാർട്ടിക്ക് എത്ര സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട്, ആ പാർട്ടി ഏതൊക്കെ നിയമസഭകളിൽ എത്ര അംഗങ്ങളുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല പ്രത്യേകിച്ചും സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിനെ നമ്മൾ വിലയിരുത്തി. ഞങ്ങൾ പഴയ പത്രക്കാർ വിലയിരുത്താണ്. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ആലോചിക്കുകയും ചിന്തിക്കുകയും അതിനെക്കുറിച്ചൊരു അഭിപ്രായം സ്വരൂപിക്കുകയും ചെയ്യുന്ന വേദികളാണ് CPM-ന്റെ പാർട്ടി കോൺഗ്രസ് അടക്കം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം തിരുവനന്തപുരത്ത് CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുകയാണ്, CPM എന്ന പാർട്ടിയെ ആ പാർട്ടിക്കുള്ള MP-മാരുടെ എണ്ണമോ അല്ലെങ്കിൽ ആ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണമോ പരിഗണിച്ചല്ല ആ പാർട്ടിയെ പരിഗണിക്കേണ്ടത്, അതിനും മുകളിലാണ് ആ പാർട്ടി എന്ന് അദ്ദേഹം പറയുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ 2 ദിവസമായിട്ട് ലോക്സഭയിലും രാജ്യസഭയിലും നടക്കുന്ന കാര്യങ്ങൾ കൂടി വെച്ചുകൊണ്ട് ഇന്നത്തെ മാധ്യമങ്ങളുടെ വർത്തമാന രീതിയെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. മാധ്യമങ്ങളുടെ വർത്തമാനം എന്താണ് എന്താണ് മാധ്യമങ്ങൾക്കുള്ളിൽ നടക്കുന്ന വർത്തമാനം എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് നോക്കുകയും അത് നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് അത് പ്രതിനിധാനം ചെയ്തത്, എങ്ങനെയാണ് അതിനെപ്പറ്റി പ്രതിപാദിച്ചത് എന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് എങ്ങനെ നമ്മുടെ മാധ്യമങ്ങളിൽ ഏകപക്ഷീയമായ പക്ഷപാതിത്വങ്ങൾ, മാധ്യമങ്ങളുടെ പൊതുധർമ്മത്തെപ്പറ്റി, മാധ്യമങ്ങൾ അനുവർത്തിക്കേണ്ട പ്രവർത്തന രീതികളെപ്പറ്റി ഒക്കെ ഇന്ത്യൻ മാധ്യമങ്ങൾ ഉണ്ടായ കാലം മുതൽ മാത്രമല്ല, ലോകത്ത് മാധ്യമങ്ങൾ പലതരത്തിൽ കഴിഞ്ഞ 1-2 നൂറ്റാണ്ടുകളിലൂടെ വികസിച്ചു വന്ന സമയത്തൊക്കെ എങ്ങനെയാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള സാമാന്യമായ നിബന്ധനകൾ, കണിശമായ നിബന്ധനകളല്ല, വളരെ കാർക്കശ്യത്തോടെ ആദർശശുദ്ധിയോടെ നടപ്പാക്കണമെന്ന് പറയുന്ന കാര്യങ്ങളല്ല, സാമാന്യമായി നടപ്പാക്കേണ്ട നിബന്ധനകൾ പോലും പൂർത്തീകരിക്കാത്ത ഒരു സാഹചര്യം നമ്മൾ ഈ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഇരിക്കുന്ന സദസ്സിൽ ഉള്ള ഭൂരിപക്ഷം ആൾക്കാരും തങ്ങളാൽ പറ്റുന്ന വിധത്തിൽ സാമൂഹിക രാഷ്ട്രീയ ചലനങ്ങളെ പഠിക്കാൻ ശ്രമിക്കുന്നവരാണ്, അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നെനിക്കറിയാം. പക്ഷെ എങ്കിൽ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ആണ് നമ്മൾ ഒരുപക്ഷെ സംവേദനത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും തലത്തിൽ കൂടുതൽ ഉയർന്ന ഒരു തലത്തിൽ നിൽക്കുന്നവരാണ് നമ്മളെങ്കിലും നമ്മൾക്ക് എത്രമാത്രം കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പകർന്നു കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അവിടെയാണ് ആ ചോദ്യവുമായി ബന്ധപ്പെട്ടാണ് ഈ 2 മാധ്യമങ്ങളുടെ വർത്തമാനം എന്ന് പറയുന്ന ഒരു സങ്കല്പനത്തിൻ്റെ, എന്താണ് മാധ്യമങ്ങളുടെ വർത്തമാനം എന്ന്, അവർക്ക് മാധ്യമങ്ങൾ നടത്തുന്ന രീതിയിലുള്ള വർത്തമാനം എന്താണ്, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ വർത്തമാനകാലത്തെ അവസ്ഥ എന്താണ് എന്നീ 2 ചോദ്യങ്ങളും നമ്മൾ ചോദിക്കേണ്ടി വരുന്നു. ഇന്നലെയും ഇന്നുമായിട്ട് പാർലമെന്റിൽ വലിയ വാഗ്വാദങ്ങളും സംഘർഷങ്ങളും ഒക്കെ നടക്കുകയാണ്. അംബേദ്കർ എന്ന് പറയുന്ന നാമത്തെ ഒരു പരിഹാസ്യമായ ഭജന എന്നോണം പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു ആഭ്യന്തരകാര്യമന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം ഇന്ന് കടന്നു വന്നപ്പോൾ അതിനെ അടിച്ചൊതുക്കുന്ന ഒരു സമീപനമാണ് ഇന്ത്യൻ പാർലമെന്റ് ആദ്യമായിട്ട് കണ്ടത്.
അതെങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ അതിനെ കവർ ചെയ്തത്, എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെ പറ്റിയുള്ള ഒരു കൃത്യമായ ചിത്രം നമുക്ക് 24 മണിക്കൂറും ലൈവ് ടെലിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിന് സംവിധാനമുള്ള കാലമാണിത്. അങ്ങനെ ഒരു കാലമായിട്ട് പോലും നമ്മൾ മാധ്യമങ്ങളിലൂടെ നമ്മൾക്ക് കിട്ടുന്ന വിവരങ്ങൾ അത് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചിട്ടുള്ളതായിട്ട് മാറുന്നു. അതിൽ തന്നെ ഭരണപക്ഷത്തിൻ്റെ സവിശേഷമായ സ്വാധീനം ഉള്ള തരത്തിലുള്ള അവതരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയും ഇന്നുമായി നടന്ന ഈ സംഭവങ്ങൾക്ക് തൊട്ടു മുമ്പ് നമ്മുടെ ഭരണഘടനയുടെ വാർഷികത്തോട് അനുബന്ധിച്ച് നമ്മുടെ ഭരണഘടന രൂപീകരണത്തിൻ്റെ വാർഷികം ആചരിക്കാൻ വേണ്ടി അത് പാർലമെന്റിൽ സമുചിതമായി ആ വലിയ സുപ്രധാനമായ ഇന്ത്യൻ രാഷ്ട്രത്തെ നിയന്ത്രിച്ച ആ മഹാസംഭവത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി നടന്ന ചർച്ചകൾ, ആ ചർച്ചകൾ എങ്ങനെയാണ് കവർ ചെയ്യപ്പെട്ടത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്കറിയാം എല്ലാവർക്കും ആ ചർച്ച മുഴുവനായിട്ടും ഫോളോ ചെയ്യാനുള്ള അവസരമൊന്നും ലഭിച്ചു കാണില്ല. പക്ഷെ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ, പാർലമെന്റ് കവർ ചെയ്യുന്ന രാഷ്ട്രീയ നിരീക്ഷകർ എന്ന നിലയിൽ, രാഷ്ട്രീയ പത്രപ്രവർത്തകർ എന്ന നിലയിൽ മാധ്യമങ്ങളുടെ പണിയായിരുന്നു ആ ചർച്ച എങ്ങനെയാണ് പുരോഗമിച്ചത്, ആ ചർച്ചയുടെ സത്ത എന്തായിരുന്നു, ആ ചർച്ചയിൽ എന്ത് തരത്തിലുള്ള വാദങ്ങളും പ്രതിവാദങ്ങളുമാണ് വന്നത്, ആ വാദങ്ങളുടെയും പ്രതിവാദങ്ങളുടെയും ശക്തി ദൗർബല്യങ്ങൾ എന്താണ്, ഇതെല്ലാം പഠിക്കേണ്ട ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അത് സംഭവിച്ചു. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഏതാണ്ട് 40ഓളം അംഗങ്ങൾ, ഇരുസഭകളിലുമായിട്ട്, ലോകസഭയിലും രാജ്യസഭയിലുമായിട്ട് ഏതാണ്ട് 40ഓളം അംഗങ്ങൾ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട തരത്തിൽ പങ്കെടുക്കേണ്ടായി. എത്ര ആൾക്കാരുടെ പ്രസംഗത്തെ പറ്റി, എത്ര ആൾക്കാർ എന്താണ് പറഞ്ഞത്, ഏതൊക്കെ പാർട്ടികൾ എന്ത് നിലപാടാണ് പറഞ്ഞത് എന്നതിനെ പറ്റി സാധാരണഗതിയിൽ ടെലിവിഷൻ കാണുകയോ പത്രം വായിക്കുകയോ ചെയ്യുന്ന ആൾക്കാരുടെ ചോദിച്ചാൽ പറയാൻ പറ്റും. ഞാൻ ഈ ചോദ്യം കഴിഞ്ഞ 3-4 ദിവസമായിട്ട് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകരടക്കം രാഷ്ട്രീയത്തെ വളരെ ഗൗരവമായി നിരീക്ഷിക്കുന്ന പുറത്താക്കാൻ ചോദിച്ചു. കൂടി 2 പേരുടെ പ്രസംഗം എല്ലാവരും കേട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം കേട്ടതായി പറയുന്ന ആൾക്കാരുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം കേട്ടതായി പറയുന്ന ആൾക്കാരുണ്ട്. വേറെയും ഒരുപാട് ആൾക്കാർ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കാൻ, അല്ലെങ്കിൽ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞോ? അതിലെന്തെങ്കിലും സാരവത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞോ? ഇതാണ് മാധ്യമങ്ങളുടെ വർത്തമാനം എന്ന് പറയുന്ന വിഷയത്തെ പറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ പ്രധാനമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം. ഇനിയിപ്പോൾ മോദിയുടെ പ്രസംഗത്തെ പറ്റി മാധ്യമങ്ങൾ നിങ്ങളോട് പറഞ്ഞു എന്നതിന് വെക്കുക, എന്തായിരുന്നു ആ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലാധാരം എന്തായിരുന്നു? പ്രതിപക്ഷം ഞങ്ങൾ ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞതിനെ എന്ന ഒരു വാചകം ആണ് സമാനമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഒന്നും
പ്രത്യേകമായി പരാമർശിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നതാണ്. ഇങ്ങനെ ഒരു വലിയ വീഴ്ച രാഷ്ട്രീയ വിശകലനത്തിന്റെ തലത്തിൽ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്നുണ്ടായി എന്ന് പറയാൻ വിരലിലെണ്ണാവുന്ന മാധ്യമങ്ങൾ മാത്രമേ ഇന്ന് ഇന്ത്യയിലുള്ളൂ. അതിൽ തന്നെ അച്ചടി മാധ്യമങ്ങളിൽ മാത്രമാണ് സവിശേഷമായ ഈ തരത്തിലുള്ള വിശകലനം നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കാണാൻ പറ്റുന്നത്. ദൃശ്യമാധ്യമങ്ങൾ ഇത് കാണാൻ പറ്റിയിട്ടില്ല. ദൃശ്യമാധ്യമങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ടെലിവിഷനെയാണ്, അല്ലാതെ സോഷ്യൽ മീഡിയയിലുള്ള ചില തലങ്ങളിൽ ഈ സാധനം സജീവമായി കടന്നു വത്തുന്ന ഈ തരത്തിലുള്ള വിശകലനം നടന്നിട്ടുണ്ട്. അപ്പൊ ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ഈ പാർലമെന്റിലെ സമ്മേളനത്തിൽ നടന്ന ചർച്ചകളെ പലതരത്തിൽ പങ്കിട്ടെടുക്കുകയും എല്ലാവർക്കും മുഴുവനായിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ആൾക്കാർ ഇന്ന സമയം മുതൽ കാണുക, അങ്ങനെ ഞങ്ങൾ നാലഞ്ച് സീരിയസ് ആയിട്ട് മാധ്യമ പ്രവർത്തനത്തെ കാണുന്ന കുറച്ച് ആൾക്കാർ ഞങ്ങൾ ഇത് ഈ രീതിയിൽ സമയം പങ്കിട്ട് കാണുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു. ഒരുപാട് ആൾക്കാർ ഒരുപാട് സമയങ്ങളിൽ ഒന്നിച്ച് കാണുകയും. അപ്പോൾ ഞാൻ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഭരണഘടനയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് ഭരണഘടനയുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ, അവർ ചെറിയ ശതമാനമൊന്നുമല്ല, ഏതാണ്ട് 18% നമ്മുടെ ജനസംഖ്യയിൽ വരുന്ന ഒരു വലിയ സമൂഹത്തിന്റെ, മുസ്ലിം സമൂഹത്തിന്റെ, അതിന്റെ ശബ്ദം, ആ സമൂഹത്തിന്റെ ശബ്ദം, അതിനോട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ, അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പാർശ്വവൽക്കരണം, അത് ബുൾഡോസർ രാജിന്റെയും ഈ അമ്പലങ്ങളിൽ മസ്ജിദുകളിൽ നടത്തുന്ന വേണ്ടിയുള്ള സർവേകളുടെയും നിയമപരമായ ഹരജികളുടെയും ഒക്കെ തലത്തിൽ വ്യത്യസ്തമായ തലങ്ങളിൽ സമഗ്രമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ പ്രബലമായ ന്യൂനപക്ഷ സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിഭീഭത്സമായ അതിഭീകരമായ ഒരു അടിച്ചമർത്തൽ സംവിധാനത്തെ പറ്റി ആ സമൂഹത്തിന്റെ തന്നെ പ്രതിനിധിയായ, ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനപ്രാധാന്യമുള്ള മണ്ഡലങ്ങളുമായ ബീഹാറിലെ കിഷൻഗഞ്ചിൽ നിന്ന് വന്ന മുഹമ്മദ് ജാവേദിന്റെ പ്രസംഗത്തെ പോലെ വികാരനിർഭരമായ ഏറ്റവും കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുകയും ഹൃദയസ്പർക്കായുള്ള ഭാഷയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ എങ്ങനെ തകർക്കപ്പെടുന്നു എന്ന് തുറന്നു കാട്ടുകയും ചെയ്ത മറ്റൊരു പ്രസംഗം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിന് ഈ സവിശേഷമായിട്ടുള്ള ഈ പ്രസംഗത്തെ അതിൻ്റെതായ അർത്ഥത്തിൽ അവതരിപ്പിക്കാനും അതിനെ വ്യാഖ്യാനിക്കാനും തയ്യാറായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മാധ്യമ വർത്തമാനത്തിൽ അത്തരത്തിൽ ഉള്ള ഒരു സമീപനം കാണാനില്ല എന്നതാണ്. സമാനമായ രീതിയിൽ വളരെ ശ്രദ്ധേയമായ പ്രസംഗമായിരുന്നു ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ നേതാവായ എ രാജയുടേത്. അദ്ദേഹവും ഈ രീതിയിൽ വളരെ ശ്രദ്ധേയമായ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അത് എന്താണ് നമ്മുടെ മാധ്യമങ്ങളുടെ പരിസരത്ത് സമാനമായ രീതിയിൽ പ്രസംഗിച്ച മറ്റു ചില ആൾക്കാർക്കൊക്കെ ഏറ്റക്കടച്ചിലൂടെ, ഇപ്പൊ മുഹമ്മദ് മൈത്രി പോലെയുള്ള ഒരാൾക്ക് അവരുടെ സവിശേഷമായ ആകാരത്തിന്റെയും അവരുടെ സവിശേഷമായ അവതരണ രീതിയുടെയും അവർ പാർലമെന്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡിന്റെയും അടിസ്ഥാനത്തിൽ അവർക്ക് ശ്രദ്ധ ലഭിക്കുകയുണ്ടായി. പക്ഷേ സമാനമായ ശ്രദ്ധ ഞാൻ പറഞ്ഞതുപോലെ ജാവേദ് അഹമ്മദിനും എ രാജയും പോലെയുള്ള ആൾക്കാർക്ക് ലഭിക്കുകയുണ്ടായില്ല. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ മെമ്പർ, CPM രാജ്യസഭാ മെമ്പർ സുരേഷ് കുമാർ പ്രധാനമന്ത്രി മോദി ചെയ്ത പ്രസംഗത്തിന് അക്കമിട്ട് മറുപടി നൽകുന്ന ഹ്രസ്വമായ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. ആ പ്രസംഗത്തിനും മാധ്യമങ്ങൾ നൽകിയ ട്രീറ്റ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ സത്യം പുറത്തു കൊണ്ടുവരികയോ യാഥാർത്ഥ്യം നമ്മുടെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയോ ചെയ്യുന്നതല്ല.
അപ്പൊ ഇങ്ങനെ ഒരു വലിയ അസന്തുലിതാവസ്ഥയുണ്ട് മാധ്യമ രംഗത്തുള്ള അവതരണത്തിന്റെ തലത്തിലുള്ള ഒരു വലിയ അസന്തുലിതാവസ്ഥയുടെ കാലാവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം ഇവിടെ മാധ്യമ വിദ്യാർത്ഥികളുണ്ട്, മാധ്യമങ്ങളെ വളരെ സവിശേഷമായി നിരീക്ഷിക്കുന്നവരുണ്ട്. അവരോട് ഞാൻ പറയുകയാണ്, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസിൽ ചെന്ന് പരിഹരിക്കാൻ പോകുന്ന സമ്മേളനങ്ങളുടെ തലത്തിൽ ഉള്ള ചർച്ചകളുടെ ഭാഗമായതിനാൽ നമ്മൾ ഈ കാണുന്ന അസന്തുലിതാവസ്ഥയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അതിൻ്റെ പ്രവർത്തകരും അതുമായി അതിൻ്റെ ആശയങ്ങളും വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന ആൾക്കാരും ഒക്കെ പ്രത്യേകിച്ച് പാർട്ടി കോൺഗ്രസിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഇത്തരം ഒരു ഇടപെടലിൽ തീർച്ചയായും സവിശേഷമായി ഇതിനെ സമഗ്രമായി പരിശോധിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം. CPM-ന്റെ പാർട്ടി കോൺഗ്രസുകളെ പറ്റിയിട്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ വളരെ ശ്രദ്ധേയനായ മാധ്യമപ്രവർത്തകനായ ഗിരീഷ് നിക്കം, അദ്ദേഹം നേരത്തെ ഇന്ത്യൻ എക്സ്പ്രസിലായിരുന്നു, മരിക്കുന്ന സമയത്ത് രാജ്യസഭാ ടിവിയുടെ ആങ്കറായിരുന്നു. എനിക്ക് തോന്നുന്നത് ഹൈദരാബാദിലെ പാർട്ടി കോൺഗ്രസിന്റെ സമയത്താണ്. ആ സമയത്ത് CPM-ന്റെ പാർട്ടി കോൺഗ്രസുമായി അതുമായി ഇടപഴകുന്ന അല്ലെങ്കിൽ അതിനെ വളരെ ഗൗരവമായി എടുക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ എണ്ണം ഡൽഹിയിൽ വളരെ കുറഞ്ഞിരുന്നു. പക്ഷെ ഞാനും ഗിരീഷ് നിക്കവും പാർട്ടി കോൺഗ്രസിന് പോകുന്നതിനെ പറ്റിയിട്ടും അവിടെ നിന്ന് കവർ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരു പത്രപ്രവർത്തക മാധ്യമ സദസ്സുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ അതിൻ്റെ ആൾക്കാർ വെച്ച് പാർട്ടിയുടെ റിലവൻസ് കേന്ദ്രത്തിൽ ഇപ്പോൾ വലിയ MP-മാരൊന്നും ഇല്ല, പാർട്ടിയുടെ റിലവൻസ് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഗിരീഷ് നിഗമാണ് പറഞ്ഞത്, ആ പാർട്ടിക്ക് പാർലമെന്റിൽ എത്ര അംഗങ്ങളുണ്ട്, ആ പാർട്ടിക്ക് എത്ര സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട്, ആ പാർട്ടി ഏതൊക്കെ നിയമസഭകളിൽ എത്ര അംഗങ്ങളുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല പ്രത്യേകിച്ചും CPM-ന്റെ പാർട്ടി കോൺഗ്രസിനെ നമ്മൾ വിലയിരുത്തി. ഞങ്ങൾ പഴയ പത്രക്കാർ വിലയിരുത്താണ്. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ആലോചിക്കുകയും ചിന്തിക്കുകയും അതിനെക്കുറിച്ചൊരു അഭിപ്രായം സ്വരൂപിക്കുകയും ചെയ്യുന്ന വേദികളാണ് CPM-ന്റെ പാർട്ടി കോൺഗ്രസ് അടക്കം ഉള്ള അതിന്റെ മുന്നോട്ടും നടക്കുന്നത്. പാർട്ടി കോൺഗ്രസിന് എത്തുന്നതിന് മുമ്പേ നടക്കുന്ന രാജ്യസമ്മേളനങ്ങൾ, ലോക്കൽ സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനങ്ങൾ, സംസ്ഥാന സമ്മേളനങ്ങൾ, ഇവയെല്ലാം ഈ രീതിയിൽ ഉള്ള സമഗ്രമായിട്ടുള്ള ഒരു വിചാരം നടത്തുന്ന വേദികളാണ്. അതുകൊണ്ടാണ് CPIM എന്ന് പറയുന്ന CPM-ന്റെ പാർട്ടി കോൺഗ്രസ് ഞങ്ങൾക്ക് സവിശേഷമായി അറ്റൻഡ് ചെയ്യേണ്ട, കവർ ചെയ്യേണ്ട ഒരു മാധ്യമ സംഭവമായി നിലനിൽക്കുന്നത് എന്ന് ഗിരീഷ് നിക്കം എന്ന് പറയുന്നത്.